നമ്മൾ പറഞ്ഞിരുന്ന പ്രകാരം ആയോധന കലയും സെൽഫ് ഡിഫെൻസും മാർഷൽ ആർട്സും സെൽഫ് ഡിഫെൻസും തമ്മിലുള്ള വിശദമായൊരു പഠനമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ഹരീഷ് ശമ്പക്കര, പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. മാർഷൽ ആർട്ട് ആയോധന കല, ആയുധവുമായി ബന്ധപ്പെട്ട ആയുധത്തെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന കലയാണ്. അപ്പോൾ അവിടെ വളരെ വിശദമാണ് അതിനകത്ത് ആർട്ട് കല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ അലങ്കാര പയറ്റുകൾ, കാണാൻ ഭംഗിയുള്ള പലതും കൂട്ടിച്ചേർത്താണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ആയോധന കലകൾ നിരോധിച്ച സമയത്ത് പലപ്പോഴും അത് പ്രശ്നങ്ങളായി വന്നു. പിന്നെ പെർമിറ്റുമായി ബന്ധപ്പെട്ട് നടത്തണമെങ്കിൽ ലൈസൻസ് എടുക്കണമെന്നുള്ള അവസ്ഥയിലേക്ക് അവർ കൊണ്ടുവരുന്നു. അതാണ് ഇപ്പോഴും നമ്മളിവിടെ പിന്തുടരുന്നത്. അപ്പം അങ്ങനെ കൊണ്ടുവന്ന സമയത്തുണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിന് ചില നിയമാവലികൾ കൊണ്ടുവന്നു. അതായത് ഇത് നിങ്ങൾ ചെയ്തോ കുഴപ്പമില്ല, പക്ഷെ ഇതിനകത്ത് അപകടമുണ്ടാക്കുന്നതൊക്കെ ഒഴിവാക്കി ആ സിലബസ് ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കണം. അവതരിപ്പിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പുതുക്കിയ ഒരു സിലബസാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കളരികളിൽ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇവിടെ ഏറ്റവും കൂടുതൽ കളരികളി ആർക്കാണോ ഉള്ളത് അവിടെയൊക്കെ ഉപയോഗിക്കുന്ന ഈ കാര്യങ്ങൾ തന്നെയാണെന്ന് വളരെ അഭിബന്ധരായിട്ടുള്ള പല ഗുരുക്കന്മാർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പ്രദർശനം എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടൻ്റ്. അല്ലാതെ സെൽഫ് ഡിഫെൻസിനകത്തുള്ള കാര്യങ്ങൾ പലതും കളരിയിൽ ഉണ്ടായിരുന്നു. അത് പലർക്കും അറിയാം, പക്ഷെങ്കിൽ പലതും നാമാവശേഷമായി പോയിക്കൊണ്ടിരിക്കണം. ഇതിൽ സെൽഫ് ഡിഫെൻസും ആയിട്ട് ഈ മാർഷൽ ആർട്ടിന് ഒരു ബന്ധവുമില്ല എന്ന് വേണം പറയാൻ. നമുക്ക് കാണുമ്പം ഇത് രണ്ടും ഏകദേശം ഒരു ബന്ധമുണ്ടെന്ന് തോന്നും, പക്ഷേ പലപ്പോഴും ബന്ധമില്ല എന്നുള്ളതാണ് പറയണത്. അപ്പം അതെങ്ങനെയാണ്, എന്താണ്, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നുള്ളൊരു ചെറിയ വീഡിയോ ആണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് ഗുണമാകും ഉറപ്പായിട്ടും. പുതിയൊരു ചിന്ത നിങ്ങൾക്ക് കിട്ടും. എന്താണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് കിട്ടും, എന്താണ് ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ കിട്ടും, അതൊക്കെ വരും. അപ്പോൾ ഈ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അതിന് ചില ടാറ്റിക്സ് ഉണ്ട്, ഒരുപാട് കാരണം വിഷൻസ് ഉണ്ട്, സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കണം. അതുപോലെ സിറ്റുവേഷൻസ് എവിടെയാണ് സംഭവിക്കുക, ഇങ്ങനെയുള്ള കുറച്ച് ഏറെ കാര്യങ്ങൾ കൂടുന്നതായിരിക്കും ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് അറിയാതിരിക്കണം സൈക്കോളജിക്കൽ അത് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്, അതെങ്ങനെയാണ് നാളെ ബാധിക്കുക. ഇതെല്ലാം അവിടെ നിന്ന് ചിന്തിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, പഠന വിധേയമാക്കുക. അവിടെ നമുക്ക് വേറെ ഒന്നുമില്ല, ടു ആക്ട് എന്ന് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്തൊക്കെ ചെയ്യാൻ ചെയ്യരുത്, ഇവിടെ നടക്കുന്ന ഇപ്പോൾ തൽക്കാലം നമ്മുടെ ഇവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്നും അത് നടക്കുമോ ഇല്ലയോ എന്നും ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റിൽ എന്താ ചെയ്യുന്നുള്ളതാണ് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യണത്. നേരെ വീഡിയോയിലേക്ക്. സെൽഫ് ഡിഫെൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ചിരുന്നാലേ നമുക്ക് ജീവിതമുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ആരെ അങ്ങോട്ട് ഹർട്ട് ചെയ്യില്ല. ഇതാണ് ഒന്നാമത്തെ നിയമം. നമ്മൾ ആരെ അങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കാൻ പോവില്ല. അതിനകത്ത് ഒരു കാര്യം എന്താണ്, ഇങ്ങോട്ടാരും പ്രശ്നം ഉണ്ടാക്കാൻ വരണ്ട. ക്ലിയർ? നിങ്ങൾക്ക് ജീവിക്കണം, എനിക്ക് ജീവിക്കണം. ഞാൻ നിങ്ങൾക്കൊരു പ്രശ്നമാവില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ എനിക്ക് ഒരു പ്രശ്നമാവരുത്. അത് ന്യായമല്ലേ? ഇതാണ് അടിസ്ഥാനപരമായിട്ട് സെൽഫ് ഡിഫെൻസിന്റെ രീതി. പിന്നെ നമ്മൾ ഒരാൾ അറ്റാക്ക് ചെയ്യേണ്ട മെത്തേഡ് എവിടെയാണ്, അയാൾ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുമ്പോഴാണ്. അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അയാൾ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുമല്ലേ? മാർഷൽ ആർട്ടില് ബ്ലോക്ക് ഉണ്ട്, ഇവിടെ ബ്ലോക്ക് ഇല്ല എന്നല്ല പറയുന്നത്, ബ്ലോക്കോടൊപ്പമുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ഒരാളൊരു പഞ്ച് നല്ല അടിക്കുമ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ ബ്ലോക്കിനും അറ്റാക്കിനും ഇടയ്ക്ക് ഒരു അര സെക്കൻഡ് സമയമുണ്ട്. ആ സമയത്ത് തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതകൾ കൂടുതലാണ്. അതേസമയത്ത് ഈ ബ്ലോക്കിനൊപ്പം തന്നെ പഞ്ചോ അടിയൊക്കെ വരുവാണെങ്കിൽ എന്നായിരിക്കും, 1, 2 എന്നല്ല 1. മനസ്സിലാകുന്നുണ്ടല്ലോ? അറ്റ് എ ടൈം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അത് ഡിഫൻസ് ആയി, മറ്റേത് ആർട്ടായി. ഇപ്പൊ ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ ചില കാര്യങ്ങൾ സ്ലോ മോഷനിൽ ചെയ്യാറുണ്ട്. എന്നാൽ കഴിവുള്ളിടത്തോളം സ്പീഡിൽ ചെയ്യാനുള്ളത് നമ്മൾ വീഡിയോകളിൽ സ്പീഡ് കൂട്ടി ഇടാറില്ല. കാരണം അത് മനസ്സിലാക്കാനും പഠിക്കാനും ഉള്ളതായിരിക്കും. അതുകൊണ്ട് സ്പീഡ് കൂട്ടിയിടല്ല. അതുപോലെ ആവശ്യമില്ലാത്ത സ്പീഡുകൾ കയറ്റി നമുക്കിപ്പോൾ അല്ലേ എഡിറ്റിങ്ങിലൊക്കെ ചെയ്യാം. അങ്ങനെയുള്ളതൊന്നും നമ്മൾ ചെയ്യത്തില്ല. കാരണം നാച്ചുറൽ സ്പീഡായിരിക്കും നമ്മൾ അതിനകത്ത് കാണിക്കുക, 100% ഗ്യാരണ്ടി. പഠിക്കേണ്ടി വരുമ്പോൾ അത് സ്ലോ മോഷൻ കാണിക്കും, അല്ലെങ്കിൽ അത് വിശദമായിട്ട് കാണിച്ചു തരും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. എല്ലാവരും അത്യാവശ്യം അറിയാവുന്നവരാണ്, അതുകൊണ്ട് തന്നെ ഒത്തിരി ബുദ്ധിമുട്ട് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫാമിലി ആയിട്ട് വെളിയിലേക്ക് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നമുക്ക് അവരെ രക്ഷിച്ചുകൊണ്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരാൾ സീരിയസ് ആയിട്ട് ഇപ്പോൾ ഒരു വെറുകൈയായി വരുന്ന പോലെയല്ല ആയുധമായി വരുന്നത്. ആയുധമായി വരുന്ന ഒരാൾ നമ്മളെ ആക്രമിക്കുക എന്നല്ല, നമ്മളെ കൊല്ലുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പൊ അവിടെ നമ്മൾ സാധാരണ കാര്യങ്ങൾ ചെയ്താൽ പറ്റില്ല, ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് രക്ഷപ്പെട്ടേ മതിയാവും. അത് നമ്മുടെ ഇന്ത്യയിലെ നിയമങ്ങൾ അതിനെ അനുവദിക്കുന്നുമുണ്ട്. അപ്പൊ അതൊക്കെ നിയമപരമായി മനസ്സിലാക്കി നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടാവാൻ പാടില്ല.
വരുന്നയാള് തെറ്റുമായിട്ടാണ് വരുന്നതെങ്കിൽ ആ തെറ്റ് തിരുത്തേണ്ട അവസ്ഥ നമ്മുടെ, ആ തെറ്റ് തിരുത്തലാണ് യഥാർത്ഥത്തിൽ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ദീർഘദൂരം സിനിമയിൽ കാണുന്ന പോലെ ഒരുപാട് മിനിറ്റുകളുടെ അടിയൊന്നുമില്ല. ഒരടി രണ്ടടി കഴിഞ്ഞ് വീട്ടിൽ പോകാൻ പറ്റണമെങ്കിൽ അതിന്റെ പേരാണ് സെൽഫ് ഡിഫെൻസ്. ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ശ്രദ്ധിക്കേണ്ടത് ഒരാൾ അടിക്കുന്ന സമയത്ത് ബ്ലോക്ക് ചെയ്ത് അടിച്ചു, ബ്ലോക്ക് ചെയ്തു. ഈ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇവിടുന്ന് ഇയാൾക്ക് ഇടിക്കാനുള്ള സമയം കിട്ടും. അപ്പൊ അതുകൊണ്ട് ബ്ലോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ആൾക്ക് നോക്കണമെന്നില്ല. ക്ലിയർ? ഇത് മാർഷൽ ആർട്ടാണ്. നീ എന്താണ് സെൽഫ് ഡിഫെൻസ് ഞാൻ പറഞ്ഞത്. ഇവിടെ അടിക്കുന്ന സമയത്ത് നോക്കാം, അടിച്ചു, നമ്മൾ തട്ടി കണ്ടു. ഈ തട്ടുന്നതില് നല്ല എത്ര സ്ട്രെങ്ത് ആയിട്ട് തട്ടി എന്ന് പറഞ്ഞാലും ഇതിന് ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മൾ മാറ്റുന്നത് മാത്രം, നമുക്കിട്ട് കൊള്ളാതെ നോക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ കൈ നമ്മൾ ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ നമുക്കിട്ട് തട്ട് കൊള്ളില്ല, അടി കൊള്ളില്ല. രണ്ട് കൈ കടിച്ചാലും പ്രശ്നമില്ല. എന്നാൽ ഇടതേ കടിച്ചാലും വലതേ കടിച്ചാലും നമുക്ക് കയറാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ബ്ലോക്കുകൾ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഏത് കൈക്കാണ് അടി വരുന്നത് അറിയാൻ പറ്റില്ല. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയത്ത് കൈ വരുന്ന സമയത്ത് നമ്മൾ വെറുതെ കയറിയാൽ ഏത് കൈക്കടി വന്നാലും രണ്ട് കൈക്കടി വന്നാലും നമുക്കിത് കൊള്ളില്ല എന്നുള്ളതാണ് സത്യം. നീ വേറെ കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അടി വരുന്നു, നമ്മൾ കയറി നിന്ന് കണ്ടോ അടി കൊള്ളുമോ? ഇല്ല. ഇവിടെ നമ്മൾ അടി തട്ടേണ്ട കാര്യമില്ല. നീ ആ കയറുന്ന മൂവ്മെന്റിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കയറുന്ന മൂവ്മെന്റിൽ നമ്മൾ അടി കയറുന്നുണ്ടോ? എന്റെ കൈ വെറുതെ തൂങ്ങിക്കിടക്കാം അല്ലേ? ഇവിടെ നോക്കി കണ്ട, ക്ലിയർ ആയി മനസ്സിലായി? ഇവിടെ കൃത്യമായിട്ട് നമുക്ക് അടിക്കാൻ പറ്റും. അപ്പൊ അത് നാച്ചുറൽ മൂവ്മെന്റ് ആണ് അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, നമ്മൾ കയറിയിട്ടുണ്ടോ? നാച്ചുറൽ മൂവ് ആണ്, കൃത്യമായിട്ട് നമുക്ക് ഇടിക്കാൻ പറ്റും. ഈ ഇടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭാഗം എവിടെ? ഈ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹിറ്റ് ചെയ്യാൻ പറ്റും. ഹിറ്റ് ചെയ്യണേല് ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ഹിറ്റ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? മനസ്സിലാകുന്നുണ്ടോ? ഹിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ കാലിനെ ഇങ്ങോട്ട് എടുത്ത് വയ്ക്കുക. എന്താ സംഭവിക്കുന്നത്? സിമ്പിൾ. വളരെ ശ്രദ്ധിക്കുക. അടിക്കുന്ന സമയത്ത് നമ്മൾ കയറുന്നുണ്ട്, ഒറ്റതേ ഉള്ളൂ, ആളെവിടെ പോയി. ഇത് വളരെ, ഇതിന്റെ ടാക്ടിക്സ് ഒക്കെ വളരെ സിമ്പിൾ ആണ്. നമ്മൾ പറയുന്ന പോലെ ഒരുപാട് വർഷങ്ങൾ പഠിക്കുക ഒന്നും വേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾ വെറുതെ നോക്കിയേ, ആളടിക്കുന്നു, നമ്മൾ ചുമ്മാ കൈയെടുത്ത് ഇങ്ങനെ വെച്ച് അടികൊള്ളുവോ? ഒരു കാരണവശാലും നമുക്ക് അടികൊള്ളില്ല. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ കൈ എവിടെ ഇരിക്കുന്നത്? മോളില്. ഇത് നാച്ചുറൽ മൂവ് അല്ലേ? ഇത് നാച്ചുറൽ മൂവ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞു, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ കാല് ഇങ്ങോട്ടൊന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നാച്ചുറൽ മൂവ് ആയി. അവിടെ നമ്മുടെ ഈ കൈ ഇവിടെ നിൽക്കുകയാണ്. ക്ലിയർ? നീ ഇവിടുന്ന് എങ്ങോട്ട് നാച്ചുറൽ മൂവ് വെച്ചാൽ ഇങ്ങോട്ടാണ്. കണ്ടോ? അപ്പൊ എന്ത് പറ്റും നോക്കി, കണ്ടോ? അപ്പൊ ഇവിടെ ടാറ്റിക്സ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് വേണേലും നമുക്ക് ഇവിടെ നിന്ന് പലതും ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഉള്ള നാച്ചുറൽ മൂവുകൾക്കായിരിക്കും കോമ്പാറ്റ് സിസ്റ്റത്തിൽ ഇമ്പോർട്ടൻസ്. പിടിയിട്ടുണ്ടോ? ഇനി ഇതിന്റെ അഡ്വാൻസ് ലെവൽ വരുമ്പോ നമ്മൾ നിൽക്കുന്നു, ഓക്കെ, ആളൊന്ന് അടിക്കുന്നുണ്ടോ? ഈ അടി ഇങ്ങോട്ട് വരാം, ഇവിടെ നേരെ ഇങ്ങോട്ട് വരാം. ഇവിടെ തട വന്നാൽ എന്ത് പറ്റും? ഇവിടെ തടയും വന്നിട്ടുണ്ട്, ഇത് ബ്ലോക്ക് ആവുകയും ചെയ്യും. അറ്റ് എ ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഏരിയ നമുക്ക് കിട്ടും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹിറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഹിറ്റ് കൊണ്ട് നിർത്തരുത് എന്നുള്ളതാണ്. കാരണം കണ്ടിന്യൂസ് ഹിറ്റ് ഉണ്ടാകും. അപ്പൊ ആള് താഴേക്ക് പോകും. മനസ്സിലായി? അപ്പൊ കാല് നിൽക്കുന്ന പൊസിഷൻ നോക്കുക, ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥയാണ്. ഇവിടെ നമ്മൾ വെറുതെ തട്ടിക്കഴിഞ്ഞാൽ തന്നെ ആളെന്ന് വെക്കും, താഴെ പോകുമ്പോൾ ഇവിടെ എന്താണ്? ഗോവിൻ ഓപ്പൺ ആണ്, നമുക്ക് അറ്റാക്ക് ചെയ്യാം. അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇടി കൊണ്ട് ആൾ താഴെ വീഴും. ഈ വീഴുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്ന കാര്യമുണ്ടല്ലോ, നേരെ വന്നിട്ടുണ്ടോ അവിടെ ഈ കാലത്ത് തന്നെ ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും. പിടികിട്ടിയോ? ഇവിടെ നേരെ തിരിച്ചിരിങ്ങനെ വരും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹിറ്റുകൾ വരുമ്പോഴാണ് സംഗതികൾ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതിന്റെ പേരാണ് ശരിക്കും കോമ്പാറ്റ്. ക്ലിയർ? പൊതുവിൽ നിങ്ങൾ കാണുന്ന വീഡിയോകൾക്കൊക്കെ നമ്മളിപ്പോ പെഡലിങ്ങൊക്കെ പിടിച്ച് സാധാരണ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അടി ഉണ്ടാകുന്ന സമയത്ത് കരണക്കുറ്റിക്കൊക്കെ അടിക്കും. അപ്പൊ അതില് കരണക്കുറ്റി എന്ന് പറഞ്ഞാൽ മനസ്സിലായി, കുറ്റി ഇതാണ് കേട്ടോ. കരണം എവിടെയാണ്? കരണം എന്ന് പറഞ്ഞാൽ കർണമെന്നാണ്, ചെവിയുടെ കുറ്റി. കുറ്റി എന്ന് പറഞ്ഞാൽ നമ്മള് വാ പൊളിക്കുമ്പോഴുള്ള ഈ ഭാഗമാണ്. പിടികിട്ടിയോ? അതിന് നമ്മളെ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞ കപാല കുറ്റി എന്നാണ്. കപാല മീൻസ് ഇത്, അതിന്റെ കുറ്റി ഇവിടെ നിന്നാണ് നിൽക്കുന്നത്. അപ്പൊ ഇതാണ് ശരിക്കുള്ള കർണക്കുറ്റി. അപ്പൊ കർണക്കുറ്റിക്ക് അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കഥ മനസ്സിലായില്ലേ? ഒറ്റയടിക്ക് താഴെ പോവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അസ്ഥി ഉള്ളതുകൊണ്ട് അടി കൊണ്ടാലും നാളെ താഴെ പോവില്ല. പക്ഷെ നമ്മുടെ ചെവിയുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതാണ് കർണം അല്ലേ? ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് കർണക്കുറ്റിക്ക് അടിക്കുക എന്ന് പറയുന്നത് ഇവിടെ എല്ലാവരും അടിക്കുന്നത്, ഇവിടെ ഓക്കെ, ഇവിടെ അടിച്ചാൽ ആളെ താഴെ പോവില്ല. നല്ല അടിയാണെങ്കിൽ മാത്രമേ പോവുള്ളൂ. അസന്ത് ഇതാണ് കർണം. അപ്പൊ കർണക്കുറ്റി എന്ന് പറഞ്ഞാൽ ഇതടി. പിടികിട്ടും? ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണെങ്കിൽ പോലും നമുക്കത് കൃത്യമായിട്ട് എങ്ങനെ ചെയ്യണം പറ്റുമെന്ന് അറിയില്ല.
ക്ലിയർ ആവുന്നുണ്ടോ? ഇനി പെടലിക്ക് പിടിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ചില പ്രത്യേക സംഗതികളൊക്കെ നിങ്ങൾ ഒരുപാട് വീഡിയോകളിൽ കണ്ടിട്ടുണ്ടാവും. ഇത് കോമ്പാറ്റുമായി ബന്ധപ്പെട്ടല്ല ഞാൻ പറയുന്നത്, മാർഷൽ ആർട്ടാണ്. ശ്രദ്ധിക്കുക, ഞാൻ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഒരാളെ പെടലിക്ക് പിടിക്കും. ഈ പിടിക്കുന്ന സമയത്ത് നമ്മൾ നല്ല ഒറ്റ ഏരിയ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കയറി പിടിക്കും. ഓക്കെ, ഇത് നിങ്ങൾ പല വീഡിയോകൾക്കകത്ത് കണ്ടിട്ടുണ്ടാവും. ഇത് നടക്കില്ല, കാണിച്ചു തരാം. ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഇയാളും പ്രശ്നത്തിലാണ്, ഇയാളും പ്രശ്നത്തിലാണ്. രണ്ടുപേരും കൈ ലോക്കായി നിൽക്കുകയാണ്. പിടികിട്ടോ? ഈ രണ്ടാമതൊരു പ്രശ്നമുണ്ട്. ഒന്നുകൂടെ അഴിച്ച് പിടിച്ച് പെടലിക്ക് പിടിച്ച് ഈ പിടിക്കുന്ന സമയത്ത് ഇയാൾ കൈ കൊണ്ട് ഇടിക്കുമ്പോൾ ഇയാൾ നല്ല ബലിഷ്ഠമായ കൈയുള്ള ഒരാളാണെന്ന് വെറുതെ കൂട്ടിക്കും. ഇത് താഴില്ല, കാണിച്ചു തരാം. ഇവിടെ നിൽക്കുന്ന ഈ പ്രശ്നം കണ്ടോ? ഇതായിരിക്കും ശരിക്കും ആരും ചെയ്താൽ നടക്കുക. കൈ താഴേക്ക് വരില്ല. ഒന്നുകൂടെ കാണിക്കാൻ ശ്രദ്ധിക്കുക. ഇവരിവിടെ പിടിക്കുന്നു. ക്ലിയർ? ഈ പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇടിച്ചാൽ ആൾ താഴില്ല. വീണ്ടും താഴാനായിട്ട് എന്ത് ചെയ്യും? ഇത് അടിത്തട്ട് ഇടിക്കും. അപ്പൊ ഈ കൈ എവിടോട്ടാ വരിക? ഇതൊക്കെ മനസ്സിലായോ? ഇതായിരിക്കും ഇതിനകത്ത് ശരിക്കും സംഭവിക്കുക. അതുകൊണ്ട് നമ്മൾ ആദ്യം കണ്ട ആ ഇങ്ങനെ കറക്കിയുള്ള സാധനം ഇല്ലേ, നടക്കട്ടെ. നമ്മൾ ഈ ഇങ്ങനൊക്കെ പിടിക്കുമ്പോൾ സ്റ്റുഡൻസ് ആയതുകൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുമ്പോൾ ചില അഡ്ജസ്റ്റ്മെന്റുകൾ പിടിക്കും. ശരിക്കും ഒരാളുടെ പെടലിക്ക് പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ പിടിച്ചാൽ ഈ പണി നടക്കില്ലെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. മാർഷൽ ആർട്ടിന്റെ പല വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മളിത് ഇങ്ങനെ കൊണ്ട് പിടിക്കും, പിടിച്ചിട്ട് ഇങ്ങനെ അടിക്കുന്നൊക്കെയാണ് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരുത്തം പിടിച്ചാൽ അടിക്കാൻ ആളുണ്ടാവില്ല. എന്തുകൊണ്ടാണെന്നറിയോ? വളരെ ശ്രദ്ധിച്ച്, നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഈ തള്ളവിരൽ കണ്ടോ, ഇതിനകത്തങ്ങ് കയറ്റും. കണ്ടോ ഇങ്ങനെ? അപ്പോൾ ഈ തലയുടെ പുറകുവശപ്പെടുത്ത് നോക്കിയത് കണ്ടോ, ഇവിടെ ഇങ്ങനെ പിടിച്ചിരിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് നോക്കിയേ, ഇങ്ങനെ പിടിച്ചാൽ ഓക്കെ. ഒന്ന് അടിച്ച എവിടെ നിന്ന് അടിക്കാൻ പറ്റില്ല, പ്രശ്നം പിടിക്കോ? ഇനി നമ്മൾ ഇങ്ങനെ പിടിക്കാൻ നോക്കിക്കേ. ഇങ്ങനെ പിടിക്കാൻ നമ്മൾ കാണുമ്പോൾ എന്താ എല്ലാ വീഡിയോക്കകത്ത് ഇങ്ങനെ പിടിക്കുന്നത്. അങ്ങനെയല്ല പിടിക്കേണ്ടത്. നോക്കി, ഈ തള്ളവിരൽ ഇവിടെ ക്ലോസ് ചെയ്യുക, ഈ തള്ളവിരൽ ഇവിടെയും ക്ലോസ് ചെയ്യുക. മനസ്സിലായി? ഇങ്ങനെ ഇതിനകത്തിരിക്കുന്ന ആ ഗളഗന്ധം എന്ന് പറഞ്ഞ ഭാഗം ഇതെങ്ങനെ കണ്ട, ഇങ്ങനെ പിടിച്ചിട്ടായിരിക്കും അടിക്കും. ഇങ്ങനെ പിടിച്ചാൽ ആൾക്ക് അടിക്കാൻ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിനകത്തിരുന്നത് പ്രസ്സാവും. ഇങ്ങനെ പ്രസ്സാവും, ഇങ്ങനെ പ്രസ്സാവുകയാണ്. ഇതിനകത്ത് നിങ്ങൾ വെറുതെ ചിന്തിച്ചു നോക്കി, ഇങ്ങനെ എടുത്ത് ആഞ്ഞ് ഭിത്തിയിലോട്ട് കൂട്ടി അങ്ങോട്ട് പിടിച്ചാൽ അടിക്കാൻ ആളുണ്ടാവും. പഴയ ചില ആശാന്മാരുണ്ട്. പണ്ടത്തെ കാലത്തൊക്കെ നമ്മളിവിടെ ഇപ്പോൾ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യും. പണ്ടെന്ന് പറഞ്ഞാൽ മുണ്ടൊക്കെ കൊടുക്കുവേ. അപ്പോൾ നമ്മളിങ്ങനെ കുത്തിരി കയറി പിടിക്കും. ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കുത്തിരി കയറി പിടിച്ചാൽ ഊരാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നത്? അതായത് മുണ്ട് കൂട്ടിയിട്ട് ഇങ്ങനെ പിടുത്തുണ്ട്, ആളെ പൊക്കി എടുക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ നിൽക്കണം. ഇതിനെ ഊരാൻ വേണ്ടിയിട്ട് ചില ആശാന്മാരെ പഠിപ്പിക്കുന്ന ചില സാധനമുണ്ട്, കാണിച്ചു തരാം. ഇവിടെ നിന്ന് പിടിച്ച് ഇങ്ങനെ പിടിച്ചിരിക്കുമല്ലോ. അപ്പൊ കൈകൾ ഇങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെ അടിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിക്കാൻ പറയുന്നൊക്കെയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇത് അവരുടെ അറിവില്ലായ്മയും വെളിവില്ലായ്മയുമാണ്. എന്താന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ നിങ്ങൾ കാണുന്ന എന്താ, ഈ മുണ്ടിൽ കൂട്ടി പിടിക്കുന്ന, ശരിക്കും മുണ്ടിൽ കൂട്ടി അല്ല പിടിക്കുന്നത്. ഇത് ശരിക്കും ബോൾസ് കൂട്ടിയിട്ടാണ് പിടിക്കുന്നത്. അങ്ങനെ പിടിച്ച ശ്വാസം പോകില്ല. അവിടെ ഇങ്ങനെ കഴിക്കാൻ ആളുണ്ടാവില്ല. കറക്റ്റ് അല്ലേ? ഇത് നമുക്ക് വീട്ടിൽ നിങ്ങൾക്ക് പരിശീലിക്കാവുന്ന നല്ലൊരു ആർട്ടാണ്. അതായത് അടിക്കുന്നു, നമ്മൾ രണ്ടേക്ക് തട്ടുന്നു. കണ്ടോ? അടുത്ത അടി വരുന്ന നമ്മൾ തട്ടുന്നു, അടുത്ത ഒഴിയുന്നു. എന്താ ഇവിടെ ഒഴിവായി തിരിഞ്ഞോട്ട് നമ്മൾ പിടിക്കുന്നു, അടുത്ത ഇങ്ങനെ ചെയ്യും. ഓക്കെ, ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് അവർ ചെയ്താൽ കാണിച്ചത്. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്കത് കൊള്ളാം, സൂപ്പറാണ്. ഇപ്പൊ നമ്മളൊരു പ്രദർശനമൊക്കെ ചെയ്യുമ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ വിചാരിക്കേണ്ടത്, ഒരടി വരും, നമ്മളിങ്ങനെ പിടിച്ചിട്ടുണ്ടോ, അടുത്ത അടി വരുന്നുണ്ടോ, അടിച്ച് ഇത് എന്തായിരിക്കും അവസ്ഥ? അതായത് അടിച്ച് നമ്മളിങ്ങനെ പിടിച്ച് അടുത്ത അടി നമ്മൾ ഇങ്ങനെ പിടിക്കും ഉണ്ടോ? കഥ മനസ്സിലായോ? എന്നുവെച്ചാൽ രണ്ടാമത് അടിക്ക് ഒരാൾ ഉണ്ടാവില്ല എന്ന് സാധിക്കും. എന്നുവെച്ചാൽ അടിച്ച് നമ്മളിവിടെ തട്ടി കഴിഞ്ഞിട്ട് തട്ടി വിട്ടാൽ അടുത്ത അടി ഇവിടുന്ന് വരും. ഇത് തട്ടി വിട്ടാൽ അടുത്ത അടി മേലുകൂടെ വരേണ്ട, അടുത്ത അടി ഏതൊക്കെ വരും, ഇതിലേക്കൂടെ വരും, പുറത്തേക്ക് വരേണ്ട. ഇവിടെ തട്ടിയാൽ ഇങ്ങോട്ട് തട്ടും. പ്രശ്നം ഞാൻ പറഞ്ഞാൽ എന്താണെന്നറിയോ? അതായത് നമ്മൾ ഓരോ അടി തട്ടിക്കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ, ഇതല്ലേ നമ്മൾ സാധാരണ ഇവിടെ പഠിപ്പിക്കണത്. ഇത് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ ഇവൻ കയറി അറ്റാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. നമ്മൾ തട്ടി തട്ടി സമയം പോകുന്നുള്ളൂ. അതേസമയം ഒറ്റ അടി വരുന്നു,
അതിന് നമ്മൾ ഒറ്റ തിരിച്ചുള്ള എന്തെങ്കിലും ഒരു പ്രയോഗം ചെയ്ത് കഴിഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ ഒരു അടി വരും. ഇത് ഇവിടെ കണ്ട നമുക്ക് കൈ ഇങ്ങനെ കൊണ്ട് ഓടിക്കാം. ഈ കൈ ഇങ്ങനെ ഓടിയും കണ്ട ഒടിഞ്ഞ രീതി ഇങ്ങനെ പോയി. ക്ലിയർ? അപ്പൊ ആ ഓടിക്കുന്നതിന് പകരമായിട്ടാണ് നമ്മൾ കാണിക്കാൻ വേണ്ടിയാണ് കൂട്ട് പോലെ ഇങ്ങനെ കാണിക്കുന്നത്. റൈറ്റ്? മനസ്സിലാണല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് പോയാൽ അടുത്ത കൈ നമുക്ക് ഇവിടെ വരാം ഈസി ആയിട്ട്. നോക്കി ലെഗ് ഉണ്ട് കണ്ട വർക്കിൽ നമുക്ക് ലെഗ് കൊടുക്കണ്ട. ആളെവിടോട്ട് വരും നമ്മുടെ കയ്യിൽ ഇവിടെ നോക്കിയാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 10-15 ഹിറ്റ് ചെയ്ത് താഴെ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം അവിടെ കൊണ്ട് തീരും. ഇതിന്റെ പേരാണ് ഡിഫൻസ്. അടുത്ത ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ തിയറിയാണ് 0 to 100 and 100 to 0 എന്ന് പറഞ്ഞാൽ നമ്മൾ കാമായി നിൽക്കുക 0, പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യുക 100, ദെൻ കഴിഞ്ഞാൽ 0 എന്ന് പറഞ്ഞാൽ മാനസിക നില അങ്ങനെ ആയിരിക്കണം. അറ്റാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര പഠിച്ച ആളാണെങ്കിലും ഇറങ്ങി നിൽക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ചങ്കിടിക്കും. ഇതിലെ കൂടെ ഇങ്ങനെ കത്തി കയറി ഒരു ഓപ്പോസിറ്റ് ആൾ വരുന്ന സമയത്ത്. ശരിയല്ലേ? അത് വേണമെങ്കിൽ ഇതിനെ ഡ്രില്ലാക്കി പഠിക്കണം. ഡ്രില്ലാക്കി പഠിച്ച് ശരിക്കും ചെയ്ത് നോക്കണം. എന്ന് പറഞ്ഞാൽ അടിക്കുമ്പോൾ അടിയുടെ ആ ചൂടും ഒക്കെ ഒന്ന് അനുഭവിച്ച് പഠിച്ചാൽ റോഡിൽ പോകുമ്പോൾ തല്ല് കൊള്ളത്തില്ല. അതിന് പകരമായിട്ട് വെറുതെ ഇങ്ങനെ തല്ലി കാണിച്ചു കഴിഞ്ഞിട്ട് കലയാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കല ഇവിടെ ആയിരിക്കും പതിയുന്നത്. അപ്പം അതുകൊണ്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായി ചെയ്യുക. ടു ആക്ട്, എങ്ങനെ ആക്ട് ചെയ്യണമെന്ന് സെൽഫ് ഡിഫൻസിൽ വ്യക്തമായി പറഞ്ഞു തരും. എവിടെ എപ്പോൾ എങ്ങനെ മൂവ് ചെയ്യണം. ഇപ്പൊ ഒരാൾ അടിക്കാൻ വരുന്നതാണ് നമ്മൾ നിന്നിട്ട് ഇങ്ങനൊന്നും കാണിക്കും. കാരണം അടി കിട്ടും, നാണക്കേടൂടാണ്. അതേസമയത്ത് നമ്മൾ എവിടെ നിൽക്കുന്നോ ഇതാണ് പൊസിഷൻ. ഇനി ന്യൂട്രൽ സ്റ്റാൻസ് അല്ലെങ്കിൽ ന്യൂട്രൽ പൊസിഷൻ എന്നാണ് പറയുന്നത്. വിദേശ മാർഷൽ ആർട്ടുകളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെയുണ്ട്. കാലുകൾ വെറുതെ വെച്ച് നമ്മൾ നിൽക്കുന്നു. അപ്പൊ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് ഒരാൾ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടാണ് വരുന്നതെങ്കിൽ അവരെ എങ്ങനെ നിലനിർത്തണം, നിർത്തിക്കൊണ്ട് പോകണം എന്നുള്ളതാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഒരാള് പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മളോട് വഴക്കുണ്ടാക്കാണ്. ഇപ്പൊ നമ്മൾ പറയാണ് അങ്ങനെ ഒന്നും ചെയ്യരുത് പ്ലീസ്, അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഈ ഇരിക്കുന്ന കൈ കണ്ടോ, ഇത് കാണുമ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ട് തോന്നുന്നു അങ്ങനെ ചെയ്യരുത് പ്ലീസ് എന്ന് പറയുന്നുള്ളൂ. ഓക്കെ, ഇങ്ങനെ വെച്ചിങ്ങനെ ഈ കയ്യില് അയാളൊരു അടി അടിക്കുവന്ന് കൂട്ടിക്ക് അടിച്ചേ. ഇവിടെ എന്താ സംഭവിച്ചത്? ഈ കൈ എന്തിനാ വെച്ചിരിക്കണത്? മനസ്സിലായോ? ചുമ്മാ വെച്ചതല്ല. അപ്പൊ ഇതിനെല്ലാം ഉപകാരങ്ങളുണ്ട്, ഉപയോഗങ്ങളുണ്ട്. ക്ലിയർ ആകുന്നുണ്ടോ? ഇനി അയാള് എന്നെ തള്ളിക്കൊണ്ടു പോവാണ്, തള്ളിക്കൊണ്ടു പോയിട്ട് വഴക്കുണ്ടായി, തള്ളിക്കൊണ്ടുപോകും. പ്ലീസ് 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 എന്താ? ഇവിടെ നമ്മൾ ചില ഗാർഡ് പൊസിഷനുകൾ ഉപയോഗിക്കുന്നുണ്ട്. അവർക്കത് മനസ്സിലാവില്ല. പ്രശ്നം ഒഴിവാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. തള്ളിക്കൊണ്ടു പോകുമ്പോൾ പ്ലീസ് 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 ഉണ്ട്. ഇവിടെ വരുമ്പോൾ കൈ നമുക്ക് തല്ലി പിടിക്കേണ്ട. ഓക്കെ, ഇവിടെ കൊടുക്കണ്ട, നേരെ ഇവിടെ കൊടുക്കാം. ഇതെല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഒരു വെളിയിൽ നിൽക്കുന്ന ഒരാൾ കാണുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ചെയ്യല്ലേ ചെയ്യല്ലേ പ്ലീസ് ഇങ്ങനെ നമ്മൾ പറയാം. അപ്പൊ കൈ വരുമ്പോ കണ്ടോ കണ്ടോ ചെയ്യല്ലേ ചെയ്യല്ലേ നോക്കൂ. ഈ കൈ അങ്ങോട്ട് പോവാ, അടുത്ത ഇങ്ങോട്ടോ ഇവിടെ കൊടുക്കാം. ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഇത്രയും നമുക്കറിയാമെങ്കിൽ നമ്മൾ ചെയ്ത് പഠിച്ച് ഡ്രില്ലും കൂടെ ചെയ്താല് നിങ്ങളുടെ മനക്കരുത്ത് എത്രയായിരിക്കും പറ. ആർട്ടിന്റെ ഭാഷയും ഡിഫൻസിന്റെ ഭാഷയും രണ്ടാണ്. കാരണം ആർട്ടിന്റെ ഭാഷയിൽ നല്ല ഭംഗിയുള്ള, മധുരമുള്ള, സന്തോഷമുളവാക്കുന്ന പലതുണ്ടാവും. ഡിഫൻസിന്റെ ഭാഷയിൽ നേരെ വിപരീതമായിരിക്കും. ഇതൊന്നും ഉണ്ടാവില്ല. നമ്മൾ കളരികളിൽ പഠിക്കണ, ഇനി അതല്ലെങ്കിൽ നമ്മൾ ഏത് മാർഷൽ പഠിക്കുമ്പോഴും നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്നതുമായിട്ട് യാതൊരു ബന്ധവും റോഡിൽ ഉണ്ടാവില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും സംഭവിക്കുക. 100%. അപ്പൊ അത് നിങ്ങൾക്ക് സംഭവിക്കണമെങ്കിൽ ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. ആ ഉദാഹരണത്തിൽ നിന്ന് എവിടെയാണ് മൈൻഡ് ഔട്ട് ആവുന്നത്, ബ്ലാങ്ക് ഔട്ട് ആവുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതായിരിക്കും റോഡിൽ നടക്കുക. ഓക്കെ, സാധാരണ റോഡിലൊരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ഇപ്പൊ ഒരാളിങ്ങനെ വന്ന് നിൽക്കുക. വന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടായി, ബഹളം ഉണ്ടാക്കുന്നു. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഒരു അടി അടിക്കുന്നു. ഓക്കെ, നമ്മൾ തട്ടി കണ്ടോ, ഇതായിരിക്കും സംഭവിക്കുക. മനസ്സിലായി? ഇത് താങ്ങാനുള്ള ശേഷി ഇല്ലാതെ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടാകുന്നതിൽ കണ്ട് റോഡിൽ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഈ മാനസികാവസ്ഥ എനിക്ക് അടി നടക്കുന്നത്. ഇത് നമ്മുടെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കില്ല. കറക്റ്റ്? ഇത് നമ്മൾ നോക്കണം, നമ്മൾ ഒച്ച വെക്കണം. ശബ്ദം ഉണ്ടാക്കുമ്പോൾ അവിടെ മനസ്സ് പതറും. അപ്പം അവിടെ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാമെന്നൊക്കെ ഈ ഡിഫൻസിലുണ്ട് കേട്ടോ. ഇതെല്ലാം ശരിക്കും നടക്കുന്നത്. ഇത് നടക്കുന്ന സമയത്ത് നിങ്ങൾ എത്ര പഠിച്ചിട്ടില്ല, എന്ത് പഠിച്ചിട്ടുള്ള ആളാണെങ്കിലും എന്തായിരിക്കും അവസ്ഥ? ഒച്ച വയ്ക്കുമ്പോൾ ഇപ്പൊ ഷർട്ട് എങ്ങനെ കീറിയിരിക്കണം. ഓക്കെ,
എന്ന് ചോദിക്കുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ പഠിച്ച സകലതും മറന്നുപോകും, ഒന്നും വരില്ല. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ വേണമെങ്കിൽ ഈ സന്ദർഭം അതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് പഠിക്കണം, പ്രതികരിക്കണ്ടേ? ഇത്രയും വ്യത്യാസമുണ്ട് ആർട്ടും ഡിഫൻസുമായിട്ട്. ക്ലിയർ? നിങ്ങളിത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്. നമ്മുടെ ജീവൻ മരണ പോരാട്ടത്തിൽ വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഡിഫൻസ് ആണ് പഠിക്കേണ്ടത്. നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നത് അതായിരിക്കും. ആർട്ട് പഠിക്കണം തീർച്ചയായിട്ടും. ഇതിന് വേണ്ടിയിട്ട് ഡെമോൺസ്ട്രേഷൻസ് വരുമ്പോൾ നമുക്ക് ചെയ്യാം, തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങൾക്ക്. അതുപോലെ തന്നെ പലരും പല ചോദ്യങ്ങൾ ഇതിൻ്റെ താഴേക്ക് എഴുതുന്നുണ്ട്. അതിനെല്ലാത്തിനും മറുപടി കൊടുക്കാനുള്ള സമയക്കുറവ് കൊണ്ടാണ് 350 കോഴ്സും ഒറ്റ ഒരാളുമാണ് പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. പിന്നെ എന്നെക്കുറിച്ച് വ്യക്തിപരമായി അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ളതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള മറുപടി നമുക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ട്. അത് അതിനകത്ത് നിങ്ങൾ കയറി നോക്കിയാൽ മതി. വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ വീഡിയോയുടെ അവസാനം നമ്മളത് കാണിക്കുന്നുണ്ട്. www.vipacademy.org. അതിൽ ഡീറ്റെയിൽ എല്ലാം ഉണ്ട്. ഫോട്ടോസ് ഉണ്ട്, വീഡിയോസ് ഉണ്ട്, ചാനലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, എന്തൊക്കെ ചാനലുകൾ നമുക്കുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് എന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ടുണ്ട്. 38 വർഷമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ വ്യക്തിപരമായ കാര്യങ്ങൾ അതിനകത്ത് നോക്കുക. എന്തായാലും അതിനകത്തൊന്നും ഇല്ലാത്തൊരു ചോദ്യം വന്നാൽ തീർച്ചയായും മറുപടി വരും. പിന്നെ മറുപടി തരേണ്ട ചോദ്യങ്ങളാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. അല്ലാത്തപ്പോൾ നമ്മളത് ഒഴിവാക്കുക തന്നെ ചെയ്യും. എന്തായാലും വീഡിയോകൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു.